ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഗണിതമാണ്. ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 സെക്കൻഡ് ടേം എക്സാം എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും മോഡൽ എക്സാമിൻ്റെ കേട്ടോ. ഇത് 6ാം ക്ലാസ്സിൻ്റെ ഗണിതം മലയാളം മീഡിയംകാർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഹാഫ് ഇയർലി എക്സാം സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ക്വസ്റ്റ്യൻസും അതിനുശേഷം മാത്രം ആൻസർ കീയുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കും മാക്സിമം ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പ്രവർത്തനം 1. 100-നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകളെല്ലാം കണ്ടുപിടിക്കുക. ഇവയിൽ വ്യത്യാസം 2 ആയ ജോഡികൾ എടുത്തെഴുതുക. 2. 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകുമോ? 3. 2 അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആകുമോ? ഇതാണ് പ്രവർത്തനം 1. പ്രവർത്തനം 2. ചുവടെയുള്ള സംഖ്യകളുടെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കുക. 35, 77, 26 ഇതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഘടകങ്ങളും കാണണം കേട്ടോ. പ്രവർത്തനം 3. ചുവടെ പറയുന്ന ഗുണിതങ്ങളെല്ലാം മറ്റേതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണെന്ന് പറയുക. 8ന്റെ ഗുണിതങ്ങൾ, 10ന്റെ ഗുണിതങ്ങൾ. പ്രവർത്തനം 4. 14.7 മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്ന് 7.75 മീറ്റർ മുറിച്ചെടുത്താൽ ബാക്കിയുള്ള കമ്പിയുടെ നീളം എത്രയാണ്? പ്രവർത്തനം 5. ഒരു കുപ്പിയിൽ 2.50 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. അതിൽ നിന്ന് 0.475 ലിറ്റർ പാചകത്തിനെടുത്തു. ബാക്കി എത്ര ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്? പ്രവർത്തനം 6. വസ്ത്രങ്ങൾക്ക് 30% വിലക്കിഴിവ് കൊടുക്കുന്ന കടയിൽ നിന്ന് 450 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ എത്ര രൂപ കിഴിവ് കിട്ടും? പ്രവർത്തനം 7. പുസ്തകോത്സവത്തിൽ വാങ്ങുന്ന പുസ്തകങ്ങൾക്കെല്ലാം 15% വിലക്കുറവുണ്ട്. ശ്രീനയും കൂട്ടുകാരും വാങ്ങിയ പുസ്തകങ്ങളുടെ വില നോക്കൂ. ശ്രീന, ടെസി, നാസർ, ജേക്കബ്. അപ്പോൾ അവർ വാങ്ങിയ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും കൊടുക്കേണ്ടത് എത്ര രൂപയാണെന്ന് കണക്കാക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 15% വില കിഴിച്ചിട്ട് വേണം കേട്ടോ ആ എമൗണ്ട് കാണാൻ. ഇനി പ്രവർത്തനം 8. അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യകൾ എടുക്കുക. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും നടുവിലെ 2 സംഖ്യകളുടെ തുകയും കണക്കാക്കുക. അടുത്തടുത്തുള്ള വേറെ 4 എണ്ണൽ സംഖ്യകൾ എടുത്ത് പരിശോധിക്കുക. എപ്പോഴും തുകകൾ തുല്യമാകാൻ കാരണമെന്താണ്? പ്രവർത്തനം 9. ഹരണഫലങ്ങൾ കണക്കാക്കിയാൽ മാത്രം മതി. 345 ഹരിക്കണം 15, 495 ഹരണം 45, 325 ഹരണം 25. ഇനി പ്രവർത്തനം 10 2 ചോദ്യങ്ങളുണ്ട്. പ്രവർത്തനം 10A വായിക്കാം. ചുവടെ ചിത്രത്തിൽ ഇടതുവശത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? ഇത് എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇവിടെ 50, 25 എന്ന് 2 കോണുകളുണ്ട്. ഇവിടത്തെ മാത്രമേ നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ. പ്രവർത്തനം 10B. ചുവടെയുള്ള ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ്? അപ്പോൾ ഇതും കാണണം കേട്ടോ. രണ്ടും കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 10 എണ്ണത്തിൻ്റെ ആൻസേഴ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആൻസർ കീ നോക്കാം. പ്രവർത്തനം 1 ആദ്യത്തെ ആൻസർ വരുന്നത് അഭാജ്യ സംഖ്യകൾ. 100-ൽ താഴെയുള്ള അഭാജ്യ സംഖ്യകൾ 25 എണ്ണമുണ്ട്. ആ 25 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97 ഇങ്ങനെയാണ് വരിക കേട്ടോ. 25 എണ്ണം. ഇതിൽ വ്യത്യാസം 2 ആയ ജോഡികൾ ഏതൊക്കെ ചോദിച്ചാൽ 3, 5, 5, 7, 11, 13, 17, 19, 29, 31, 41, 43, 59, 61, 71, 73 ഇത്രയുമാണ് ആ ജോഡികൾ. ഇനി രണ്ടാമത്തെ ചോദ്യം ആകും എന്നാണ്. 2 സംഖ്യകളിൽ ഒന്ന് ഒന്നും മറ്റേത് അഭാജ്യ സംഖ്യയും ആണെങ്കിൽ ഗുണനഫലം അഭാജ്യ സംഖ്യ ആയിരിക്കും. മൂന്നാമത്തേത് ആകാം, എന്നാൽ എല്ലായ്പ്പോഴും ആകില്ല. ഉദാഹരണത്തിന് 2 + 3 5 ഒരു അഭാജ്യ സംഖ്യയാണ്. പക്ഷേ 3 + 5 8 അത് അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ എപ്പോഴും അഭാജ്യങ്ങൾ കൂട്ടിയാൽ ഒരു അഭാജ്യ സംഖ്യ തന്നെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇനി പ്രവർത്തനം 2 ആണ്. ഘടകങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ. 35ന്റെ ഘടകങ്ങളാണ് 1, 5, 7, 35. 77ന്റെ ഘടകങ്ങളാണ് 1, 7, 11, 77.
അടുത്തത് 26ന്റെ ഘടകങ്ങളാണ് 1, 2, 13, 26. പ്രവർത്തനം 3 ആണ്. ഒന്നാമത്തെ ആൻസർ 1, 2, 4, 8. 8ന്റെ ഗുണിതങ്ങളെല്ലാം 8ന്റെ ഘടകങ്ങളായ 1, 2, 4, 8 എന്നീ സംഖ്യകളുടെയും ഗുണിതങ്ങളായിരിക്കും. രണ്ടാമത്തത് 1, 2, 5, 10. 10ന്റെ ഗുണിതങ്ങളെല്ലാം 10ന്റെ ഘടകങ്ങളായ 1, 2, 5, 10 എന്നീ സംഖ്യകളുടെ ഗുണിതങ്ങളായിരിക്കും. ഇനി പ്രവർത്തനം 4 ആണ്. നൽകിയിട്ടുള്ള അളവുകൾ സമവാക്യത്തിൽ ചേർത്ത് കണക്കുകൂട്ടുക. നമുക്ക് മൈനസ് ചെയ്താൽ മാത്രം മതി. 14.7 നിന്ന് 7.75 കുറയ്ക്കുമ്പോൾ നമുക്ക് 6.95 ആൻസർ കിട്ടും. അപ്പോൾ കമ്പിയുടെ നീളം 6.95 മീറ്റർ ആണ്. അടുത്തത് പ്രവർത്തനം 5 ആണ്. നമുക്ക് 2.50 നിന്ന് 0.475 കുറയ്ക്കണം. ഇത് കുറയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ ഒരു 0 ഉള്ളെങ്കിൽ ഒരു 0 കൂടി നിങ്ങൾ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെയാണ് ഈ 0 എഴുതേണ്ടത്. 0.475 ഇങ്ങനെയാണ് കുറയ്ക്കുക. അതിനുശേഷം ഈ 5ൽ നിന്ന് ഇങ്ങോട്ടൊരു 10 എടുക്കുന്നു. അപ്പോൾ ഇവിടെ 9 ആയിരിക്കും, ഇത് 4 മാറും കേട്ടോ. 10ൽ നിന്ന് 5 പോയ 5, 9ൽ നിന്ന് 7 പോയ 2, പിന്നെ 4 0 മാറി. പിന്നെ ഈ 2 ഇറക്കി എഴുതി. ഇങ്ങനെയാണ് വരിക. പ്രവർത്തനം 6. വസ്ത്രങ്ങൾക്ക് 30% വിലക്കിഴിവുണ്ട്. വാങ്ങിയ വസ്ത്രങ്ങളുടെ വില 450 രൂപയാണ്. കിഴിവ് തുക കണ്ടെത്താൻ 450ന്റെ 30% കണക്കാക്കിയാൽ മതി. 450ന്റെ 30% 450 × 30/100 ചെയ്യുക. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയെങ്കിൽ, ഇത് വെട്ടി കളഞ്ഞിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ 30ലെ 0, 100ൽ ഒരു 0 കളയുക. പിന്നെ ഈ 450ൽ ഒരു 0, ഈ 0 കട്ട് ചെയ്യാൻ പറ്റും. 45 × 3 ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. ഇങ്ങനെ വെട്ടിക്കളഞ്ഞ ആൻസർ കണ്ടുപിടിക്കാൻ അറിയുകയാണെങ്കിൽ അതാണ് നല്ലത്. 135 രൂപ. അടുത്ത പ്രവർത്തനം 7. ശ്രീന വാങ്ങിയ പുസ്തകങ്ങളുടെ വില 540 അല്ലേ? അതിൽ 15% കിഴിവുണ്ട്. അപ്പം നമ്മൾ 540ന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഒരു 85% കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന് അവിടെ കിട്ടും. 459. ടെസിക്കാണെങ്കിൽ 375 രൂപയായിരുന്നു. 375ന്റെ 85% കണ്ടുപിടിക്കുക. അത് ഇതാണ് 318.75. അടുത്ത നാസർ 630, അതിൻ്റെ 80/100 85/100 വരുമ്പോൾ 535.5 വരും. ജേക്കബ് 432 രൂപയാണ് റിയൽ പ്രൈസ്, ശരിക്കുള്ള എമൗണ്ട് വരിക. അതിൻ്റെ 15% കിഴിവാണ് അല്ലേ? അപ്പം നമ്മൾ ആ 15% കിഴിവ് എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് ആ 15 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 85 വരിക. അപ്പോൾ ആ 85% കണ്ടാൽ മതി. അങ്ങനെയാണിത് വരിക കേട്ടോ. 367.2. പ്രവർത്തനം 8. ഏതൊരു 4 അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ എടുത്താലും, അതിപ്പോൾ എണ്ണൽ സംഖ്യകളെയാണ് n+1, n+2, n+3 എന്ന് കണക്കാക്കിയിരിക്കുന്നത്. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക എപ്പോഴും തുല്യമായിരിക്കും. ഇവിടെ n-ഉം ഈ n+3യും കൂട്ടി നോക്കി. അപ്പോൾ n+n 2n എഴുതി, പ്ലസ് ഈ 3 കോമൺ ആയിട്ട് എഴുതി. പിന്നെ നടുവിലെ 2 എണ്ണം, ഇതാണ് നടുവിലെ 2 എണ്ണം, n+1ഉം n+2ഉം. ഇത് കൂട്ടുമ്പോഴും n-ഉം n-ഉം 2n, പിന്നെ ഒരു 3. കണ്ടോ, തുല്യമായിട്ട് വരും. ഇനി ഇതൊരു എക്സാമ്പിൾ ഇട്ട് പറയുകയാണെങ്കിൽ 1, 2, 3, 4. ഞാൻ അടുത്തടുത്തുള്ള 4 നമ്പർ എടുത്തു. എന്നിട്ട് ഈ ആദ്യത്തെ അവസാനത്തെയും കൂട്ടി 1ഉം 4ഉം എന്താ വരിക? 5 വരും അല്ലേ? ഇനി ഈ ഇടയിലുള്ള 2ഉം 3ഉം കൂട്ടുക. അപ്പോഴും എന്താ വരിക? 5 വരും. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇനി പ്രവർത്തനം 9 ഹരണമാണ്. 345നെ 15 വെച്ച് ഹരിച്ചാൽ 23 ആൻസർ. 495നെ 45 വെച്ച് ഹരിച്ചാൽ 11 ആൻസർ. പിന്നെ വരുന്നത് 325നെ 25 വെച്ച് ഹരിച്ചാൽ 13 ആൻസർ. ഇനി നമുക്ക് പ്രവർത്തനം 10A ആണ്. കോണ് കണ്ടുപിടിക്കാനാണ്. 105 ഡിഗ്രിയാണ് ആൻസർ വരിക. ഇനി പ്രവർത്തനം 10Bയുടെ ആൻസർ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ഭാഗം, പകുതി ഭാഗം ഫുള്ളായിട്ട് 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രിയിൽ ഒരു 30 ഡിഗ്രി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 150 ഡിഗ്രി എന്ന് കിട്ടും. 150 ഡിഗ്രി ഒറ്റ അടിക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ 2 സൈഡിലേക്കും തുല്യമായി വീതിക്കണം. 150നെ തുല്യമായി വീതിക്കുക എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. അപ്പോൾ 150/2 ചെയ്യുക. നമുക്ക് 75 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 75നെ ഇത് ഇവിടെ എഴുതി കൊടുക്കുക. ഒരു 75നെ ഇതാ ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതാണ് ആൻസർ വരിക. 75 ഡിഗ്രി 75 ഡിഗ്രി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസർ കീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും കാണുക, നന്നായി എക്സാം എഴുതുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.